على عباده الذين اصطفى صدق الله العلي العظيم. قال رسول الله صلى الله عليه وسلم: ثلاث لا يغل عليهن قلب امرئ مسلم: الإخلاص لله، والنصح لكل مسلم، ولزوم جماعتهم فإن دعوتهم تحيط من ورائهم. صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ആദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സമയം വളരെ വൈകിയതുകൊണ്ട് അപ്രസക്തമായ സംസാരങ്ങളൊന്നുമില്ലാതെ ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ച ഒരു പ്രസംഗത്തിൻ്റെ മത്ന് മാത്രം ശറഹില്ലാതെ ഇവിടെ അവതരിപ്പിച്ച് ഞാൻ പെട്ടെന്ന് നിങ്ങളെ ഭക്ഷണശാലയിലേക്ക് വിടാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിച്ച് മഹത്തായൊരു പ്രസ്ഥാനത്തിൻ്റെ തഖ്വയിൽ അടിത്തറപാകിയ, വിശുദ്ധിയോടെ കൊണ്ടു നടന്ന ഒരു മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ കുടക്കീഴിൽ പാരമ്പര്യം മുറുകെ പിടിച്ചുകൊണ്ട് കാലോചിതമായ, അവസരോചിതമായ എല്ലാവിധ പുരോഗമന പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നിന്ന് നേതൃത്വം നൽകുന്ന മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അതിൻ്റെ ഒരു ഖാദിമാവുവാനും അതിലൂടെ പരിശുദ്ധമായ ദീനിനും ദീനീ വിജ്ഞാനങ്ങൾക്കും സേവനം ചെയ്യുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഭാഗ്യം ചെയ്ത ഒരു വിഭാഗമാണ് നമ്മളൊക്കെ എന്നതാണ് ഞാൻ ആദ്യമായി എന്നെയും നിങ്ങളെയും ഉണർത്താൻ ശ്രമിക്കുന്നത്. അതൊരു വലിയ അനുഗ്രഹമാണ്. അള്ളാഹുവിൻ്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യുക എന്ന് പറയുന്നത്, അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ നിലനിൽക്കും. അത് ഒരു വിഭാഗമല്ലെങ്കിൽ മറ്റൊരു വിഭാഗം അത് നിലനിർത്തും. അതിന് അള്ളാഹു അവരെ നിശ്ചയിക്കുകയും ചെയ്യും. ചിലപ്പോൾ ഇന്നല്ലാഹ യുഅയ്യിദു ഹാദദ്ദീന ബിർറജുലിൽ ഫാസിഖി വലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ മുഅ്മിനുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രത്യേക അവസരത്തിൽ നടത്തിയൊരു പ്രഖ്യാപനമാണത്. ചിലപ്പോൾ ദീനിനെ ശക്തിപ്പെടുത്താൻ തെമ്മാടികളും ഉണ്ടാകും. അവർ ഒരുപക്ഷെ സുന്നികൾ പോലും ആവണമെന്നില്ല. അവർ മുനാഫിഖുകളാവാം, അല്ലാത്തവരാവാം. ഇന്നല്ലാഹ യുഅയ്യിദു ഹാദദ്ദീന ബിർറജുലിൽ ഫാസിഖി, ബിർറജുലിൽ ഫാജിരി എന്നും റിവായത്ത് കാണാം. ചിലപ്പോൾ അള്ളാഹു ഈ ദീനിനെ, തെമ്മാടികളെ കൊണ്ട് ദീനിനെ നിലനിർത്തും. പക്ഷേ ഒന്നോർക്കണം, വലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ മുഅ്മിനുൻ. യഥാർത്ഥ ഈമാൻ ഉണ്ടെങ്കിൽ മാത്രമേ സ്വർഗം കിട്ടുള്ളൂ. ദീനിനു വേണ്ടി പ്രവർത്തിച്ചു എന്നതുകൊണ്ടൊന്നും സ്വർഗം കിട്ടുകയില്ല. അടിസ്ഥാന നിബന്ധന ഈമാൻ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ആ ഈമാൻ അതിൻ്റെതായ യഥാർത്ഥ രൂപത്തിൽ ഉണ്ടാവാൻ ആവശ്യമായ വളരെ കൃത്യവും വ്യക്തവുമായ അടിസ്ഥാന തത്വങ്ങളെ പരിശുദ്ധമായ ദീൻ, പരിശുദ്ധമായ ഖുർആൻ പല ആയത്തുകളിൽ വ്യക്തമായും മറ്റു ചില ആയത്തുകളിൽ സൂചനയായും അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ തിരുസുന്നത്തിലൂടെയും മഹാന്മാരായ സ്വഹാബത്തും കണ്ടകാലം കഴിഞ്ഞുപോയ മഹത്തുക്കളായ അയിമ്മത്ത് അവരുടെ ജീവിത ശൈലിയിലൂടെയും നമുക്ക് കൃത്യമായി കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഓതി വച്ച ആയത്ത് ഒരുപാട് ആയത്തുകളുണ്ട്. പല ആയത്തുകളും ബാഹ്യമായ അർത്ഥമാണെന്ന് തോന്നണമെന്നില്ല. പക്ഷെ ആന്തരികമായി ഈ അടിസ്ഥാനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പറയുന്നത് എന്ന് ആഴത്തിലുള്ള പഠനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ നോക്കൂ, ഖുലിൽ ഹംദുലില്ലാ, സൂറത്തുൻ നംലിലെ 59-ാമത്തെ ആയത്തിൽ, അതിൻ്റെ മുമ്പ് മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ഒരുപാട് അമ്പിയാക്കളുടെ ചരിത്രം വളരെ വിശദമായും ചുരുക്കിയുമൊക്കെ വിശദീകരിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി കൽപ്പിക്കുന്നു, റസൂലുള്ളയിലൂടെ ഉമ്മത്തിനോടും കൽപ്പിക്കുന്നു, ഖുൽ, നബിയെ തങ്ങൾ പറയുക, അൽഹംദുലില്ലാഹ് എന്ന് പറയുക. അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് അത് തൗഹീദാണ്. അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് അത് സമർപ്പണമാണ്. അഫ്ളലുദ് ദുആഇ അൽഹംദുലില്ലാഹ് എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഏറ്റവും പൂർണ്ണമായ സമർപ്പണം, ഏറ്റവും പൂർണ്ണമായ പ്രാർത്ഥന അത് അൽഹംദുലില്ലയാണ്.
അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകലല്ല എൻ്റെ ഉദ്ദേശം. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിശദമായ രൂപമാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നത്. ഏതായാലും അള്ളാഹുവിടെ പറയുന്നത് അള്ളാഹുവിനെ വാഴ്ത്തണം, അള്ളാഹുവിന് സ്തുതി കീർത്തനങ്ങൾ അർപ്പിക്കണം. മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ ഓർത്തുകൊണ്ട് ആ നിഅമത്തിന്റെ മേൽ അള്ളാഹുവിന് സ്തുതികൾ അർപ്പിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ അവിടെ നിർത്താൻ പറ്റുകയില്ല. വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ. അള്ളാഹു ചില വിശുദ്ധാത്മാക്കളെ ഈ ലോകത്ത് ആദം നബി മുതൽ നിശ്ചയിച്ചിട്ടുണ്ട്. അവർ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുകയും ചെയ്യും. അവിധത്തിലുള്ള മുസ്തഫീങ്ങളായ ആളുകൾ, അള്ളാഹു തെരഞ്ഞെടുത്ത വിശുദ്ധാത്മാക്കളായ അള്ളാഹുവിന്റെ മുർസലീങ്ങൾ, അള്ളാഹുവിന്റെ അമ്പിയാക്കൾ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ, ഇവരുടെ മേൽ സലാം പറഞ്ഞുകൊണ്ടുമിരിക്കണം. അവരുമായുള്ള ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരിക്കണം. സലാം പറയുക എന്നതിന് ഒരുപാട് അർത്ഥമുണ്ട്. അതൊരു സലാമും മടക്കലുമല്ല, അതൊരു സിംബലാണ്. പരസ്പര ബന്ധത്തിന്റെ, പരസ്പര സ്നേഹത്തിന്റെ, പരസ്പരം ഖുർബിന്റെ, പരസ്പരമായ റബ്ത്തിന്റെ അടയാളമാണ്. നിങ്ങൾ സലാം വർദ്ധിപ്പിച്ചാൽ മഹബ്ബത്ത് വർദ്ധിക്കുമെന്ന് അള്ളാന്റെ റസൂല് തന്നെ പറഞ്ഞല്ലോ. അവരുമായുള്ള മഹബ്ബത്ത് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം. അതിനുള്ള പണി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം, അവരുടെ സ്മരണ നിലനിർത്തിക്കൊണ്ട്. ആരാണ് മുസ്തഫീങ്ങൾ? ഇന്നല്ലാഹ ഇസ്തഫാ ആദമ വനൂഹൻ വആല ഇബ്രാഹിമ വആല ഇമ്രാന അലൽ ആലമീൻ. അവരൊക്കെ മുസ്തഫീങ്ങളാണ്, മരണപ്പെട്ടു പോയവരാണ്. അവരോടൊക്കെ സലാം പറയണം, അവരുമായുള്ള ബന്ധം സ്ഥാപിച്ചു കൊണ്ടിരിക്കണം. അല്ലാഹു യസ്തഫീ മിനൽ മലായികത്തി റുസുലൻ വമിനൻ നാസ് ثم أورثنا الكتاب الذين اصطفينا من عبادنا. അങ്ങനെ നുബുവത്ത് കൊണ്ടുള്ള ഇസ്തിഫാ ഉണ്ട്, വിലായത്ത് കൊണ്ടുള്ള ഇസ്തിഫാ ഉണ്ട്. അല്ലാഹു യജ്തബി ഇലൈഹി മൻ യശാ വയഹ്ദി ഇലൈഹി മൻ യുനീബ്. ചിലരെ പണിയെടുത്തിട്ട് അല്ലാഹു ഇസ്തിഫാ ചെയ്യിപ്പിക്കും, മറ്റു ചിലരെ അല്ലാഹു സെലക്ട് ചെയ്യും. അല്ലാഹു യസ്തഫി, അല്ലാഹു യജ്തബി ഇലൈഹി മൻ യശാ. ബാബാ മുതുകിൽ നിന്ന് ഖുതുബായി വരുന്നവരുണ്ടാകും. അല്ലാഹു യജ്തബി ഇലൈഹി മൻ യശാ. അല്ലാഹു ഉദ്ദേശിച്ചവരെ അല്ലാഹു നേരിട്ട് സെലക്ട് ചെയ്യും. അങ്ങനത്തെവരുണ്ട്. വയഹ്ദി ഇലൈഹി മൻ യുനീബ്. ചിലരെ ഇനാബത്ത് കൊണ്ട്, അവരുടെ അധ്വാനം കൊണ്ട്, അവരുടെ അമലുസ്സാലിഹാത്തുകളെ കൊണ്ട് അല്ലാഹുവിലേക്ക് ചേർക്കും. ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഇസ്തിഫാവും ഇജ്തിബാവും ഒക്കെ ഉണ്ട്. അവരോടുള്ള ബന്ധം നിങ്ങൾ സ്ഥാപിക്കണം. റസൂലിലൂടെ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം നസഫി ഇതിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞത്, അമറ റസൂലഹു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിതഹ്മീദിഹി ثم بالصلاة على المصطفين من عباده توطئة لما يتلوه من الدلالة على وحدانيته وقدرته على كل شيء وهو تعليم لكل متكلم في كل أمر ذي بال بأن يتبرك بهما. നസഫി തഫ്സീർ ഇമാം ഖുർത്തുബി അതിലേക്ക് സൂചിപ്പിക്കുന്നുണ്ട്. മറ്റ് അബു സഊദിൽ കാണാം. ഇവരൊക്കെ പറയുന്നു, അള്ളാഹുവിൻ്റെ സങ്കീർത്തനം കൊണ്ട് മാത്രമല്ല, മഹാന്മാരുടെ സലാത്ത് കൊണ്ടും അവരുടെ സങ്കീർത്തനം കൊണ്ടും ബറക്കത്തെടുക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കൽപ്പിക്കുന്നത് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുകയാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാൻ പോകുമ്പോൾ അതിൻ്റെ മുന്നിൽ ഇതൊക്കെ ഉണ്ടാവണം എന്ന് പഠിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത് എന്ന് ബഹുമാനപ്പെട്ട അയിമ്മത്ത് മുഫസ്സിരീങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ദാവൂദ് നബിയുടെ പ്രാർത്ഥന, മുൻ അമ്പിയാക്കളുടെ പ്രാർത്ഥന നമ്മളൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വ ഹുബ്ബ മൻ യുഹിബ്ബുക. നിന്റെ ഹുബ്ബ്, അതിനാണ് ഹംദ് പറഞ്ഞത്. നിന്റെ ഇഷ്ടദാസന്മാരുടെ ഹുബ്ബ്, അതിനാണ് മുസ്തഫീങ്ങളോടുള്ള സലാം പറഞ്ഞത്. ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വം. ഈ അടിസ്ഥാന തത്വം പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ എണ്ണി സമർത്ഥിക്കാൻ ഒരു പ്രയാസവും നമുക്കില്ല. ഒരായത്ത് ഓതുമ്പോൾ ചിലപ്പോൾ ചിലർ വിചാരിക്കും ഈ ആയത്ത് മാത്രമേ ഉള്ളൂ, അതൊക്കെ വേറെ വല്ല വ്യാഖ്യാനാവാമെന്ന്. അല്ല, അങ്ങനെയല്ല. ഒരുപാട് ആയത്തുകളിലൂടെ ഈ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് സമർത്ഥിക്കാൻ സാധിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, പരിശുദ്ധമായ ദീൻ, പരിശുദ്ധമായ ഇസ്ലാം, ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്, ആ വിശുദ്ധിയുടെ ഈ നൂറ്റാണ്ടുകൾ അൽഹംദുലില്ലാ മുൻഗാമികൾ കാത്തു സൂക്ഷിച്ചു വന്ന
ആ വിശുദ്ധിയുടെ നൂറ്റാണ്ട് അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് ഏറ്റെടുത്തുകൊണ്ട് ഒരു നൂറ്റാണ്ട് അതിൻ്റെ പ്രവർത്തനം വളരെ ഭംഗിയായി ഈ ഉമ്മത്തിൻ്റെ ഈ അടിസ്ഥാന തത്വങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് അതിനു വേണ്ടി ജിഹാദ് ചെയ്തുകൊണ്ട് ഒരുപാട് മഹാന്മാരായ പണ്ഡിതന്മാരും ഒരുപാട് സാധാരണ പ്രവർത്തകരും ഒരുപാട് സാധാരണക്കാരും ഈ ദീനിന് വേണ്ടി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു തത്വം ഇന്ന് നമ്മളിൽ സജീവമായി രൂഢമൂലമായി നിലനിൽക്കുകയും അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതിന് കാരണം ഈ സമസ്തയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നേരത്തെ ബഹുമാനപ്പെട്ട ഹൈദർ ഫൈസി തരീഖത്തിനെ സംബന്ധിച്ചാണ് പ്രസംഗിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, തരീഖത്തിൻ്റെയും എല്ലാറ്റിൻ്റെയും ഉദ്ദേശം ഖൽബിൻ്റെ വിശുദ്ധിയാണ്. ആ ഖൽബിൻ്റെ വിശുദ്ധിയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസാണ് ഞാൻ നേരത്തെ ഓതി വെച്ചത്. സലാസുൻ, 3 കാര്യങ്ങൾ, ലാ യഗിലു അലൈഹിന്ന ഖൽബു ഇംറിഇൻ മുസ്ലിം, അതിൻ്റെ കൂടെ ലാ യഗിലു അലൈഹിന്ന പല രൂപത്തിൽ ഈ ഹദീസിനെ ലബ്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലാ യഗിലു, ലാ യുഗല്ലു, ലാ യഗിലു, വഗല യഗിലു എന്ന ലബ്തും ചെയ്യപ്പെട്ടിട്ടുണ്ട്. വഗല എന്ന് പറഞ്ഞാൽ ദഖലൽ വഗ്ലു എന്നാണ് അർത്ഥം. ഐ സലാസുൻ, ഈ 3 കാര്യങ്ങൾ, ലാ യഗിലു മഅഹുന്ന, ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് കൂടിയാൽ, അല ബിമഅന മഅ, ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് കൂടിയാൽ പിന്നെ ആ ഖൽബിൽ വഗ്ല് പ്രവേശിക്കുകയില്ല. ലാ യദ്ഖുലുൽ വഗ്ലു, പിന്നെ അഴുക്ക് പ്രവേശിക്കുകയില്ല ആ ഖൽബിൽ. ആ ഖൽബ് സലീമായി നിലനിൽക്കും, ആ ഖൽബ് വിശുദ്ധമായി നിലനിൽക്കും. ഖൽബിൻ്റെ വിശുദ്ധിയാണ് ആവശ്യമെങ്കിൽ ഈ 3 കാര്യങ്ങളാണ് നിങ്ങളിൽ ഒരുമിച്ച് കൂടേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒന്നാമത്തത് അൽ ഇഖ്ലാസു ലില്ലാഹ്. അൽ ഇഖ്ലാസു ലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് വേണ്ടി മാത്രം പണിയെടുക്കുക. അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രമായിരിക്കുക നമ്മുടെ ലക്ഷ്യം, പരമമായ ലക്ഷ്യം അതായിരിക്കണം നമ്മുടേത്. നമുക്കറിയാമല്ലോ, ബഹുമാനപ്പെട്ട ഹബീബുൽ അജമി എന്ന് പറയുന്ന മഹാനായൊരു വലിയുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി തങ്ങളുടെ നേരെ ശിഷ്യനാണ്. ഹസനുൽ ബസരിയുടെ ഒരു ഉപദേശം കേട്ട് അവിടുത്തെ വലിയ ധനാഢ്യനായിരുന്ന, വലിയ പണക്കാരനായിരുന്ന ഹബീബുൽ അജമി വലിയ ബിസിനസ്സുകാരനായിരുന്നു. എല്ലാം ത്യജിച്ച് ഹസനുൽ ബസരിയുടെ സദസ്സിലേക്ക് കടന്നു വന്നു. അവരുടെ മുരീദായി, അവരുടെ തിൽമീദായി ഒരുപാട് കാലം ജീവിച്ചു. പിന്നീട് വലിയ ഷെയ്ഖും കുത്തുബുമായി അദ്ദേഹം ജീവിച്ച് മരണപ്പെടാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നിടത്ത് സിയർ അഅ്ലാമുൻ നുബലായിൽ ഇമാം ദഹബി പറയുന്നുണ്ട്, അദ്ദേഹത്തെ ദുൽഹജ്ജ് 7-നും 8-നൊക്കെ ബസറയിൽ കാണാം, 9-ന്റെ അന്ന് അറഫയിൽ കാണാം. അന്ന് ഫ്ലൈറ്റ് ഇല്ല, ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ അദ്ദേഹം ഇന്നിവിടെയാണെങ്കിൽ നാളെ അറഫയിലായിരിക്കും. അത്ര വലിയ മഹാനായിരുന്നു ഹബീബുൽ അജമി എന്ന് ബഹുമാനപ്പെട്ട ദഹബി അടക്കമുള്ള പ്രഗത്ഭരായ സിയറിന്റെ ഉലമാ കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ്. അത്രയും വലിയ ഇമാം ഹബീബുൽ അജമി തങ്ങൾ ബഹുമാനപ്പെട്ട ഖാദിരിയ തരീഖത്തിന്റെ സിൽസിലയിൽ കാണാം. 2 രൂപത്തിലാണ് അതിന്റെ സിൽസില പോകുന്നത്. ഒന്ന് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു ഹുസൈൻ റളിയല്ലാഹുവിന്റെ വഴിക്ക് വരുന്നത്, മറ്റൊന്ന് അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹസനുൽ ബസരിയിലൂടെ വരുന്നത്. ആ ഹസനുൽ ബസരിയിലൂടെ വരുന്ന തരീഖത്തിന്റെ സിൽസിലയുടെ അടുത്ത ആളാണ് ഹബീബുൽ അജമി എന്ന് പറയുന്ന മഹാൻ. ആ മഹാൻ പറയുകയാണ്, ആ മഹാന്റെ ശിഷ്യന്മാർ പറയുകയാണ്, 50 വർഷക്കാലം ഞങ്ങൾ ഷെയ്ഖിനെ അനുഭവിച്ച ആളുകളാണ്. അദ്ദേഹത്തിന് മരണമാസന്നമാകുന്ന സമയത്ത് അദ്ദേഹം വല്ലാത്ത വിഷമം പ്രകടിപ്പിക്കുകയാണ്. കരയുന്നു, പ്രയാസം അനുഭവിക്കുന്നു. അപ്പോൾ ഒരല്പം ആശ്വാസം കണ്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങളിങ്ങനെ പ്രയാസപ്പെടുന്നത്? 50 വർഷമായി ഞങ്ങൾക്ക് അങ്ങയെ അറിയാം, അങ്ങ് ഒരു കറാഹത്ത് പോലും ചെയ്യുന്നത് ഞങ്ങളാരും കണ്ടിട്ടില്ലല്ലോ, പിന്നെ എന്തിൻ്റെ പേരിലാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നതെന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഹബീബുൽ അജമി തങ്ങൾ പറഞ്ഞ മറുപടി, വല്ലാഹി ലാ അബ്കി അലാ ദംബിൻ അലിംതു അന്നി ഫഅൽതു, ഞാൻ ചെയ്തു എന്നെനിക്ക് ഓർമ്മയുള്ള ഒരു തെറ്റിന്റെ പേരിലല്ല, ആ തെറ്റിനെ സംബന്ധിച്ച് എന്നോട് ഹിസാബ് ചെയ്യുമോ എന്ന് ഭയപ്പെട്ടിട്ടല്ല ഞാൻ കരയുന്നത്. അങ്ങനെ ഒരു ഓർമ്മ എനിക്കില്ല. പിന്നെയോ ഞാൻ കരയുന്നത്, ഇദാ ഹുശിറന്നാസ്
ജനങ്ങളെ ഹശ്ർ ചെയ്യപ്പെട്ടാൽ, മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ, അങ്ങനെ അല്ലാഹു എന്നെ വിളിച്ചുകൊണ്ട് യാ ഹബീബ് ഹാതി തസ്ബീഹതൻ ലം യകുൻ ഫീഹാ ഹള്ളുൽ ലിശൈത്താൻ എന്ന് പറഞ്ഞാൽ എനിക്കത് കൊടുക്കാൻ കഴിയുമോ എന്നതാണ് ഞാൻ ഭയപ്പെടുന്നത്. ഹബീബേ, ഒരു തസ്ബീഹ് യാതൊരു നിന്റെ നഫ്സിന്റെ ഹള്ളുമില്ലാതെ, നിന്റെ ഒരു താല്പര്യവുമില്ലാതെ, പൈശാചികമായ ഒരു കലർപ്പുമില്ലാത്ത വിശുദ്ധമായ 100% പ്യൂറായ മുഖ്ലസായ ഒരു തസ്ബീഹ് നീ ചൊല്ലിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കൊടുക്കാൻ എനിക്ക് കഴിയുമോ, അതാ ഇന്നതുണ്ട് എന്ന് പറയാൻ എനിക്ക് കഴിയുമോ എന്നതാണ് എന്നെ അലട്ടുന്ന വിഷയം. അഥവാ ഇഖ്ലാസ് അത് 100% ഉണ്ടാവുക എന്ന് പറയുന്നത് വല്ലാത്ത പ്രയാസമുള്ള കാര്യമാണ് അക്കാലത്ത് തന്നെ, ഇത്തരത്തിലുള്ള വലിയ വലിയ ആളുകൾക്ക് തന്നെ. അതുകൊണ്ട് ഇത് നമ്മുടെ വെറും ഒരു പ്രസംഗമല്ല. നമ്മുടെ പ്രസംഗങ്ങളും നമ്മുടെ സദസ്സുകളും ഇത്രയും കാര്യങ്ങളൊക്കെ സമയവും ഊർജ്ജമൊക്കെ ചെലവാക്കി പിരിയുമ്പോൾ നമുക്കൊരാത്മീയമായ ചൈതന്യം ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്കെന്തെങ്കിലും കിട്ടണം. നാം അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും വേണം. സാധാരണക്കാരാണ് നമ്മളൊക്കെ എപ്പോഴും ഉർവത്തുൽ ലിശയാത്തീൻ, ശൈത്താനിന്റെ ഹദഫായി നിൽക്കുന്നവരാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ ഒരു നിലക്കും തന്നെ പൈശാചിക ഹല്ലുകൾ, നമ്മുടെ നഫ്സിന്റെ ഹല്ലുകൾ, നമ്മുടെ ശാരീരികമായ നമ്മുടെ വികാരങ്ങൾ അത് കലർപ്പില്ലാതെ അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കാൻ, അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ, അള്ളാഹുവിന് വേണ്ടി സമൂഹത്തെ സേവിക്കാൻ നമുക്ക് കഴിയണം. അവിടെയാണ് നമ്മുടെ വിജയം. അപ്പൊ ഒന്നാമത്തത്, അത് ഇനി തരീഖത്തിൽ പോയാലും തരീഖത്തിൽ പോയി എന്നതുകൊണ്ടൊന്നും കൽബ് ശുദ്ധിയാവൂല. അതിനും വേണം ഇഖ്ലാസ്. ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങൾ പറഞ്ഞ സാന്ദർഭികമായി ഓർക്കുകയാണ്. ഫാത്തിഹന്റെ വ്യാഖ്യാനത്തിൽ, ബിസ്മിയുടെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ടല്ലോ, ബഹുമാനപ്പെട്ട ഇമാം ഫഖറുദ്ദീൻ റാസി തങ്ങൾ പറയാണ്, അബു നജീബ് സുഹ്റവർദി തങ്ങളുടെ അടുത്ത് ഒരാൾ തരീഖത്ത് ചോദിച്ചു വന്നാൽ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി അസ്മാഉൽ ഹുസ്ന അങ്ങനെ ചൊല്ലും. ഈ അസ്മാഉൽ ഹുസ്ന അങ്ങനെ ചെല്ലുമ്പോൾ അതിൽ ഏത് ഇസ്മ ചെല്ലുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ മുഖത്തിന് എന്തെങ്കിലും തഗയ്യുറുണ്ടാകുന്നത്, അത് അവർക്ക് മനസ്സിലാവും. ആ തഗയ്യുറുണ്ടാകുന്നത് എന്ന് നോക്കി അതിനനുസരിച്ച് ആ ചികിത്സ കൊടുക്കുക. അങ്ങനെ ഇത്ര ദിവസം ഇന്നത് ചെല്ലുവാ എന്ന് പറഞ്ഞേക്കും. ഇത് ഒരു വട്ടം 2 വട്ടം ചൊല്ലുമ്പോഴൊന്നും ഇയാളിൽ ഒരു മാറ്റം ഇല്ലെങ്കിൽ പറയും, മോനെ ഈ പോയിട്ട് വല്ല മീൻ കച്ചവടമൊക്കെ ചെയ്തോ, വേറെ വല്ല ബിസിനസ്സൊക്കെ ചെയ്തോ, അല്ലെങ്കിൽ ഭൂമി കച്ചവടമായാലും മീൻ കച്ചവടക്കാരെ മോശാക്കി എന്ന് പറയേണ്ട, ഭൂമി കച്ചവടമായാലും സ്വർണ്ണ കച്ചവടമായാലും അങ്ങനെ വല്ലതൊക്കെ ചെയ്തോ, നിന്നെ ഇതിന് പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കും എന്നാണ്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ ശരിയാവണമെങ്കിൽ അതിൻ്റെതായ നിബന്ധന എല്ലായിടത്തും ബാധകമാണ്. അതുകൊണ്ട് തരീഖത്തിലേക്ക് ഏതെങ്കിലും ശൈഖ് എവിടെങ്കിലും ബോർഡും വെച്ചിരിക്കുന്നുണ്ടോ എന്ന് തെരഞ്ഞു നടക്കേണ്ട കാലമല്ല ഇത്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ അത് ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, കൽബ് ശുദ്ധിയാവണമെങ്കിൽ ആദ്യമുണ്ടാവേണ്ടത് ഇഖ്ലാസാണ്. അതില്ലാതെ നിങ്ങൾ എവിടെ പോയിട്ട് ഒരു കാര്യമില്ല. രണ്ടാമത്തത് വന്നുസ്ഹു ലികുല്ലി മുസ്ലിമിൻ, ഓരോ മുസ്ലിമിനും ഓരോ മനുഷ്യനും ഗുണകാംക്ഷ. നുസ്ഹ് എന്ന് പറഞ്ഞാൽ ഇമാം നബവി തങ്ങൾ പറയുന്നുണ്ടല്ലോ, ഇത്ര വിശാലമായ അർത്ഥവ്യാപ്തിയുള്ള ഒരു പദം ഫലാഹ്, നസീഹത്ത്, ഈ 2 പദം പോലെ മറ്റൊരു പദം അറബിയിലില്ല എന്ന് അദ്ദീനു അൻ നസീഹ എന്ന ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ, ബാബു അദ്ദീനു അൻ നസീഹ എന്ന അധ്യായത്തിൽ ബഹുമാനപ്പെട്ട ഇമാം നബവി തങ്ങൾ ശർഹ് മുസ്ലിമിൽ വിശദീകരിക്കുന്നുണ്ട്. അവിടെ കൃത്യമായി പറയുന്നുണ്ട്. അതിന് അവസാനം മൂപ്പര് പറഞ്ഞ് അതിന് ചുരുക്കി പറയുകയാണെങ്കിൽ ഇറാദത്തുൽ ഖൈർ, നന്മ ഉദ്ദേശിക്കുക, ഗുണകാംക്ഷ, അതാണ് യഥാർത്ഥത്തിൽ. ഇത് എല്ലാവർക്കും നന്മ ഉദ്ദേശിക്കുക, ആരും നശിച്ചു പോകലല്ല നമ്മുടെ ഉദ്ദേശം. എല്ലാവരും നന്നാവല, നമ്മളും നന്നാവണം, മറ്റുള്ളവരും നന്നാവണം. ഈ നന്നാവണമെങ്കിൽ ചിലപ്പോൾ വടിയെടുക്കേണ്ടി വരും. അങ്ങനെയാണല്ലോ, ചിലപ്പോൾ വടിയെടുക്കേണ്ടി വരും. നന്നാവണമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ ചേർത്ത് പിടിച്ചാൽ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും അഴുക്ക് ഇങ്ങോട്ട് പകരും. അപ്പോൾ അത് ചേർക്കേണ്ടവരെ ചേർക്കുക, ചേർക്കാൻ പറ്റാത്തവരെ അതിനനുസരിച്ച് ട്രീറ്റ് ചെയ്യേണ്ടി വരും. ചിലരെ പുറത്താക്കേണ്ടി വരും, ചിലരെ വീണ്ടും തിരിച്ചെടുക്കേണ്ടി വരും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നുസ്ഹായിരിക്കണം ഉദ്ദേശം. ഈ ദീനും സുന്നത്ത് ജമാഅത്തും അന്തസ്സോടെ ഇവിടെ നിലനിൽക്കണം. അതാണ് നമ്മുടെ ഒന്നാമത്തെ ഹദഫ്. അതോടൊപ്പം ഇവരും ഇതിൻ്റെ കൂടെ ഉണ്ടാവണം. ഇവരൊക്കെ ഇതിൻ്റെ കൂടെ നിന്നുകൊണ്ട് എല്ലാവരും ഇതിൻ്റെ ഒപ്പം നിന്നിട്ട് എല്ലാവരും അള്ളാഹുവിൻ്റെ മുന്നിൽ രക്ഷപ്പെടണം. ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അല്ലാതെ ആരോട് ഗില്ല് വെച്ച് നടക്കാൻ പാടില്ല.
വന്നുസ്ഹു ലികുല്ലി മുസ്ലിമിൻ. ഇതാണ് രണ്ടാമതായി ഉണ്ടാവേണ്ടത്. മൂന്നാമതായി ഉണ്ടാവേണ്ടത് വലുസൂമു ജമാഅത്തിഹിം. ഈ ഒരു പാരമ്പര്യത്തെ മുറുകെ പിടിക്കുക. അത് എവിടെ വെച്ചും വ്യതിചലിച്ചു പോവാൻ പറ്റില്ല, പൊട്ടിപ്പോവാൻ പറ്റില്ല. വലുസൂമു ജമാഅത്തിഹിം. ആ ദീനിന്റെ അഹ്ലുകാരുടെ ഒരു ജമാഅത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അടക്കം, ബഹുമാനപ്പെട്ട മാലിക് ഇമാം അടക്കം, ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ തങ്ങളടക്കം, ബഹുമാനപ്പെട്ട ഇമാം നബവി റാഫിഈ തങ്ങളടക്കം, ബഹുമാനപ്പെട്ട സക്കരിയൽ അൻസാരി, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ, ബഹുമാനപ്പെട്ട കണ്ടിയത്ത് ഉസ്താദ്, ബഹുമാനപ്പെട്ട മഹത്തുക്കളായ ആളുകൾ, അങ്ങനെയുള്ള ആ ഒരു പാരമ്പര്യമുണ്ട്. അവരൊക്കെ വിശുദ്ധാത്മാക്കളായിരുന്നു. അവരുടെയൊക്കെ ആ വിശുദ്ധിയെ സംബന്ധിച്ചപ്പോൾ തങ്ങൾ ഉസ്താദ് ചിലതൊക്കെ പറഞ്ഞു. ഞാൻ ഒരു അത്ഭുതപ്പെടുന്ന ഒരു സംഭവം ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഓർക്കുകയാണ്. ഞങ്ങൾ ബാക്കിയാത്തുള്ള സമയത്ത് അന്ന് കമാലുദ്ദീൻ ഹസ്രത്ത് ഞങ്ങളുടെ ഉസ്താദാണ്, മരണപ്പെട്ടു പോയി. അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ടവർ ഒരിക്കൽ പറഞ്ഞു ശൈഖ് ആദം ഹസ്രത്തിൻ്റെ ഒരു ചരിത്രം. ശൈഖ് ആദം ഹസ്രത്ത് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒട്ടുമിക്ക വലിയ പഴയ ഉസ്താദുമാരുടെ ഒക്കെ ഉസ്താദാണ്. തികഞ്ഞ പണ്ഡിതനും ഒരു ആരിഫുമായിരുന്നു. 100-ലധികം വയസ്സ് ജീവിച്ചു എന്നാണ് പറഞ്ഞത്. അന്ന് കോളേജിൻ്റെ മുകളിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. അവസാനത്തെ ഒരു വർഷം മാത്രം പിന്നെ താഴേക്ക് മാറി. അതുവരെ ഇങ്ങനെ കയറി ഇറങ്ങി എല്ലാം സ്വന്തം ചെയ്യും പരമാവധി. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഖാദിമുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ ഒരു മൺകിണ്ടി ഉണ്ടായിരുന്നു. മൺകിണ്ടി പറഞ്ഞാൽ അറിയാലോ, മണ്ണിൻ്റെ ഒരു കിണ്ടി ഉണ്ടായിരുന്നു. അതാണ് മൂപ്പര് എല്ലാറ്റും ഒതുകൊടുക്കാനും അത് ഉപയോഗിക്കും, ബാത്റൂമിൽ പോകുമ്പോഴും അത് ഉപയോഗിക്കും. അങ്ങനെ എല്ലാറ്റിനും അതായിരുന്നു ഉപയോഗിച്ചിരുന്നത്. വളരെ പഴക്കം ചെന്ന് കറുത്തു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഖാദിമ് ഇടയ്ക്ക് പറയും, പിന്നെ ഇതൊന്ന് മാറ്റി പുതിയതൊന്ന് മേടിച്ചൂടെ എന്ന് ചോദിക്കും. മൂപ്പർക്ക് ഇതിങ്ങനെ ആയിട്ട് കിടക്കുമ്പോൾ ഒരു വിഷമം തോന്നിയിട്ട് ഇത് നമുക്കൊന്ന് പുതിയത് വാങ്ങാനോ പറയാം. അപ്പോൾ അത് വേണ്ട, അതന്നെ മതി മൗലവിസാന്ന് പറയും. മൗലവിസാന്നാ പറയാം. അപ്പോൾ അതന്നെ മതി പറയാം. അപ്പോൾ ഒരു ദിവസം പിന്നെ ഇയാൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിനാകെ 25 പൈസയുള്ളൂ, 4 അണല്ലേ ആവുള്ളൂ, ഞാൻ വാങ്ങിക്കോളാറും. അത് വാങ്ങണ്ട, അതന്നെ മതി എന്ന് പറഞ്ഞു. അവസാനം ഇയാൾ എന്ത് ചെയ്തു, ഇയാൾ ഒരു ദിവസം ഇതാണ്ട് പോയി പൊട്ടിച്ച് മൂപ്പര കയ്യിൽ നിന്ന് കാശെടുത്തിട്ട് വേറെ ഒന്ന് വാങ്ങി വന്നു. അങ്ങനെ മൂപ്പരടുത്ത് വന്നു, അത് പൊട്ടിപ്പോയി ഹസ്രത്തെ, അതുകൊണ്ട് ഞാൻ വേറൊന്ന് വാങ്ങിയിട്ടുണ്ട്, അത് ചെറിയ പൈസ ആയിട്ടുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട് ഇതാണ്. അതിൽ മൂപ്പരുടെ മുഖം അങ്ങോട്ട് വിവരണമായി, വല്ലാത്ത ദുഃഖഭാരം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മൗലവി സാ, ഒരു 25 പൈസ പോകുമെന്ന് കരുതിയിട്ടല്ല അത് തന്നെ മതി എന്ന് ഞാൻ പറഞ്ഞത്, മറിച്ച് ഇന്ന് വരെ എൻ്റെ ഔറത്ത് അത് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി വേറെ ഒന്നിനെ ഞാൻ കാണിക്കണ്ടേ? ഹയാത്തു കുല്ലി ഷൈഇൻ ബിഹസബി, ഓരോന്നിനും അതിൻ്റെതായ ഒരു ഹയാത്തുണ്ടല്ലോ. എൻ്റെ ഔറത്ത് ഇതുവരെ ഈ ഒരു കിണ്ടിയെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ഇനി മറ്റൊന്നിനെ കാണിക്കണ്ടേ എന്നതായിരുന്നു എന്നെ അലട്ടിയിരുന്നത്. നീ അത് ചെയ്യേണ്ടായിരുന്നു എന്ന് നമുക്കിന്ന് ആലോചിക്കുമ്പോൾ, ഇന്ന് ചിന്തിക്കുമ്പോൾ, ഇതൊക്കെ എന്ന് പറയുന്ന, എന്ന് മൗലവിമാര് തന്നെ പറയുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ, എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇவ்விധത്തിലുള്ളൊരു വിശുദ്ധി, ആ ഒരു ജമാഅത്തുണ്ട് നമുക്ക്. ഈ അടുത്തിടെ ഞാൻ കോഴിക്കോട് ഇരിക്കുന്ന സമയത്ത്, ഞാൻ ആളെ പേരൊന്നും ഇപ്പോൾ പറയുന്നില്ല, വളരെ കാലമായി സമസ്തക്ക് സേവനം ചെയ്യുന്ന ഒരു ഖാദിം എന്നോട് പറഞ്ഞൊരു സംഭവം. അദ്ദേഹം ശംസുൽ ഉലമക്ക് ഖിദ്മത്ത് എടുത്തിട്ടുണ്ട്, അതുപോലെയുള്ള വലിയ വലിയ ആളുകൾക്കൊക്കെ ഖിദ്മത്ത് എടുത്ത ആളാണ്. ഒരു വിദ്യാഭ്യാസ ബോർഡിൻ്റെ ജനറൽ ബോഡി നടക്കാൻ പോകുമ്പോൾ അന്നത്തെ അതിൻ്റെ മാനേജർ വല്ലാത്തൊരു അവസ്ഥയിൽപ്പെട്ടു. പൈസയുടെ കണക്കെടുത്ത് എണ്ണി നോക്കുമ്പോൾ ഒരു വലിയ സംഖ്യയുടെ ഷോട്ട് കാണുന്നു. അദ്ദേഹമാണെങ്കിൽ വളരെ വിശുദ്ധനാണ്, എല്ലാവർക്കും വിശ്വാസ്യനാണ്, ഒരു പ്രശ്നവും ആർക്കും അദ്ദേഹത്തെ സംബന്ധിച്ച് പറയാനില്ല. പക്ഷേ അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ വീട് വിറ്റാലും ആ കാശ് എടുത്ത് കൊടുക്കാൻ കഴിയില്ല, അത്ര പാവപ്പെട്ടൊരു മനുഷ്യനാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ എല്ലാ ആഴ്ചയിലും 2 ദിവസം ഓഫീസിൽ വന്ന് എല്ലാ കാര്യം, ആരയച്ച കത്തും ഒക്കെ വായിച്ച് കൃത്യമായ ശരിയായ ജനറൽ സെക്രട്ടറിയായി സേവനം ചെയ്ത മഹാനാണ്. അതൊക്കെ എന്നോട് വിവരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെ ഈ സംഖ്യ ഞാൻ എന്താ മൂപ്പരോട് പറയാ എന്ന് പറഞ്ഞിട്ട്, ഞാൻ പിന്നെ ഈ ചായ ഇതൊക്കെ കൊടുക്കുന്ന ആളായതുകൊണ്ട് എനിക്കിങ്ങനെ പോയി സംസാരിക്കാം. അപ്പോൾ ഞാൻ പോയപ്പോൾ മൂപ്പര് കുറച്ച് വിഷമത്തിലാണ് പറഞ്ഞു. എന്തേ ചോദിച്ചു, ഇങ്ങനെ കുറച്ച് പൈസ പോയിട്ടുണ്ടെന്ന്.
ഒന്നും പറഞ്ഞില്ല. പിന്നെ അദ്ദേഹം വന്നപ്പോൾ പറഞ്ഞു, അങ്ങനെ പൈസ പോയിട്ടുണ്ടല്ലേ, അതിൻ്റെ കാര്യത്തിൽ കൂടുതൽ വിഷമിക്കണ്ട, അത് ഇന്ന വഴിക്കാണ് പോയിട്ടുള്ളത്, അത് ഒന്നും പ്രശ്നമാക്കണ്ടെന്ന് പറഞ്ഞു. പിറ്റേന്ന് അദ്ദേഹം ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഈ കാശെടുത്ത് ഈ പറഞ്ഞ സംഖ്യ, ആ കൃത്യമായ കണക്കിനുള്ള സംഖ്യ കൊണ്ടുവന്ന് ഇദ്ദേഹത്തെ കൊടുത്തു കൊടുന്ന്, ആ കണക്കണ്ട് ക്ലിയർ ആയിക്കോ, ആരോടും പറയണ്ട കേട്ടോ എന്ന്. അതാണ് ശംസുൽ. ഇതൊന്നും നമ്മളാരും അറിയില്ലായിരുന്നു. ഈ വിധത്തിൽ ഇങ്ങനെ എത്ര സംഭവങ്ങൾ ഈ വിധത്തിൽ തങ്ങൾ ഉസ്താദ് നേരത്തെ അതിങ്ങനെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു. നമ്മളൊക്കെ ഓതുന്ന കാലത്ത് ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ പറയും, വലിയ മഹാനാണ്, വലിയ എല്ലാവരും മൂപ്പരെ സംബന്ധിച്ച് മഹത്വം തന്നെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. പക്ഷെ ചിലർ പറയും ദുന്യാവിനോട് കുറച്ച് എന്ന് പറയും. പക്ഷെ അവരുടെ യഥാർത്ഥ മുഖം നമ്മൾ അടുത്തറിയുമ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇவ்விதത്തിലുള്ള ഒരു ജമാഅത്ത്, ഉലൈക ആബാഇ ഫജ്ഇനി ബിമിസ്ലിഹിം ഇദാ ജമഅത്നായ ജരീറുൽ മജാമിഉ എന്ന് ഫറസ്ദഖ് ജരീറിനെ വെല്ലുവിളിച്ച് പറഞ്ഞതുപോലെ ഇவ்விதത്തിലുള്ള വിശുദ്ധാത്മാക്കളാണ് നമ്മുടെ പൂർവികർ. ആ ജമാഅത്തിനെ മുറുകെ പിടിക്കുക. എന്തിനാണത്? ഫഇന്ന ദഅവതഹും തുഹീതു മിൻ വറാഇഹിം. അവരൊക്കെ ഉമ്മത്തിന് വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടി, ഇതിന് ഖിദ്മത്ത് ചെയ്യുന്നവർക്ക് വേണ്ടി, ഇതിൻ്റെ ഒപ്പം നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പോയവരാണ്. ആ പ്രാർത്ഥന നിങ്ങളെ വലയം ചെയ്യുന്നുണ്ട്. അതൊരു വലിയ സിയാജും മനീആണ്, വളരെ ശക്തിമത്തായ ഒരു വൻമതിലാണത്. ആ മതിൽ പൊളിക്കാൻ ഒരു മനുഷ്യ പിശാചിനും സാധ്യമാവുകയില്ല, ഒരു ജിന്ന് പിശാചിനും സാധ്യമാവുകയില്ല. അത്രമേൽ വലിയ ശക്തിമത്തായ ഒരു സിയാജാണത്. അത് മൂന്നും കൂടി ഒരുമിച്ച് കൂടുമ്പോൾ പിന്നെ നിങ്ങൾ ഭയപ്പെടണ്ട. ലാ യഗ്ലു അലൈഹിന്ന. ഇത് മൂന്നും നിങ്ങളിൽ ഒരുമിച്ച് കൂടിയാൽ നിങ്ങളുടെ കൽബിലേക്കുള്ള പഴുതുകൾ, പിശാചിനുള്ള മുഴുവൻ പഴുതുകളും അടക്കപ്പെടും. അവൻ അങ്ങോട്ട് വകലുമായി വരാൻ കഴിയുകയില്ല. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അതുകൊണ്ട് ഈ വിധത്തിലുള്ള ഒരു മഹത്തായ ഒരു സംരംഭം, ഇതിൽ രണ്ടാമത് പറഞ്ഞത് വന്നുസ്ഹു ലികുല്ലി മുസ്ലിമിൻ എന്നാണ്. നമ്മൾ ഓതി വെച്ച ആയത്തിൽ പറഞ്ഞത് ഇന്നല്ലാഹ അസ്തഫാ ആദമ വനൂഹൻ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ എന്നാണ്. ആ ഇസ്തിഫായിനെ സംബന്ധിച്ച് രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇസ്തിഫാ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഇസ്തിഫാ? അല്ലാഹു യസ്തഫി മിനൽ മലായികതി റുസുലൻ വമിനൻ നാസ്. ബഹുമാനപ്പെട്ട മഹാന്മാരായ അയിമ്മത്ത് വല്ലാതെ വിശദീകരിച്ചൊരു സംഭവമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞാൽ അവൻ ഖാലിഖാണ്. ഖാലിഖും മഖ്ലൂഖും തമ്മിലുള്ള അന്തരം നമുക്കൊരിക്കലും ഊഹിക്കാൻ പോലും കഴിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന നീണ്ടൊരു ഹദീസ്, അതിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട് ഹിജാബുഹുൻ നൂർ. അള്ളാഹുവിൻ്റെ ഹിജാബ് നൂറാണ്. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളും ബഹുമാനപ്പെട്ട ഇമാം നബിയൊക്കെ പറയുന്ന ഒരു വാക്കുണ്ട്, വന്നൂറു ലാഹിറുൻ വ മുദ്ഹിറുൻ. നൂറ് ലാഹിറുമാണ്, മുദ്ഹിറുമാണ്. നൂറിനെ നമുക്ക് കാണാൻ കഴിയും, നൂറ് കൊണ്ടാണ് മറ്റുള്ളതിനെ കാണുന്നത്. നൂറ് ഒരിക്കലും ഹിജാബല്ല ഭൗതിക ലോകത്ത്. നൂറ് ലാഹിറാണ്, ആർക്കും കാണാം നൂറുണ്ടെങ്കിൽ. ആ നൂറ് കൊണ്ട് മറ്റുള്ളതിനെ കാണാം. നൂറില്ലാതെയായാൽ നമുക്കൊന്നും കാണാൻ കഴിയില്ല. വന്നൂറു ലാഹിറുൻ വ മുദ്ഹിറുൻ ഫീ ഹഖ്ഖിൽ ഖൽഖി വലാകിന്നഹു ഹിജാബുൻ ഫീ ഹഖ്ഖിൽ ഖാലിഖി. അത് അല്ലാഹുവിന്റെ ഹഖ്ഖിൽ അത് ഹിജാബാണ്. ഇത് ഊഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ട്, പരിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു കസീറൊക്കെ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഹത്താ ഇദാ ഫുസ്സിഅ അൻ ഖുലൂബിഹിം എന്ന്. അതിന്റെ വ്യാഖ്യാനത്തിൽ കാണാം അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കലാം അവന്റെ ഭാഗത്ത് ഉണ്ടാകുമ്പോൾ, അള്ളാഹുവിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ഇസ്താർ ഉണ്ടാകുമ്പോൾ മലക്കുകൾ അവരുടെ ചിറകിട്ടടിക്കും. ഖുൽആനൻ ലിഹൈബത്തി, അതിന്റെ ഹൈബത്തിന്റെ മേൽ ഭയപ്പെട്ടുകൊണ്ട് എന്ന്, അതിന് കീഴടങ്ങിക്കൊണ്ട് ചിറകിട്ടടിക്കും. വഅസാബഹും മിസ്ലുൽ ഗശി, ഒരു തരം ബോധക്ഷയം അവർക്ക് അനുഭവപ്പെടും. പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മലക്കുകൾക്ക് അനുഭവപ്പെടും. കാരണം അല്ലാഹു ഖാലിഖാണ്. മലക്കാണെങ്കിലും അവർ മഖ്ലൂഖാണ്. ഖാലിഖും മഖ്ലൂഖും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച്
നമുക്ക് വർണ്ണിക്കാൻ സാധ്യമല്ല. രണ്ടും രണ്ട് അവസ്ഥയാണ്. അപ്പോ അതിനുശേഷം ചില ആളുകൾക്ക് അവർക്ക് ബോധം തെളിയുന്നു. അപ്പോ ഖാലു മാദാ ഖാല റബ്ബുക്കും, അവർ ചോദിക്കും എന്താ റബ്ബ് പറഞ്ഞത് എന്ന്. അപ്പൊ അവിടെ പിടിച്ചു നിന്ന ആളുകളുണ്ടാകും. ഇത് ഈ അള്ളാഹുവിൻ്റെ വഹി ഉണ്ടാകുന്ന സമയത്ത് അത് കേൾക്കാൻ അവിടെ പ്രയാസമില്ലാതെ ഉറച്ചു നിന്ന് അത് അനുഭവിക്കാൻ കഴിയുന്ന മലക്കുകൾ ഉണ്ടാവും. അവരോട് ഇവർ ചോദിച്ച് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും മലക്കുകളാണെങ്കിൽ പോലും അള്ളാഹുമായുള്ള ആശയവിനിമയം സാധ്യമല്ല. അതിന് പറ്റുന്ന ആളുകളെ അല്ലാഹു യസ്തഫി മിനൽ മലായികതി റുസുലൻ വമിനൻ നാസ്. കണ്ടോ പരിശുദ്ധ ഖുർആൻ? ആ ഖാലിഖിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റുന്ന ആളുകളെ മലക്കുകളിൽ നിന്ന് അല്ലാഹു ഇസ്തിഫാ ചെയ്യുകയാണ്. അല്ലാഹു യസ്തഫി മിനൽ മലായികതി, മലക്കുകളിൽ നിന്ന് റുസുലൻ, അവന്റെ സന്ദേശത്തെ മറ്റുള്ളവർക്ക്, അത് മലക്കുകൾക്കാവാം മനുഷ്യന്മാർക്കാവാം, എത്തിച്ചു കൊടുക്കേണ്ടുന്ന ആളുകളെ അവരെ അതിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഫുടം ചെയ്ത് അതിനാവശ്യമായ ഔസാഫുകൾ അവർക്ക് നൽകി അവരെ അതിനെ പാകപ്പെടുത്തുകയാണ്. വമിനൻ നാസ്, മനുഷ്യന്മാരിൽ നിന്നും അങ്ങനെ തന്നെയാണ്. അപ്പൊ മനുഷ്യന്മാരിൽ നിന്നും മലക്കുകളിൽ നിന്നും അല്ലാഹുവിൽ നിന്ന് തലഖീ ചെയ്യാൻ, അവനിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സെലക്ട് ചെയ്യുന്ന പ്രക്രിയയാണ് ഇസ്തിഫാഇന്റെ ഏറ്റവും പൂർണ്ണമായ രൂപം. അതാണ് നുബുവത്ത്, റിസാലത്ത് എന്ന് പറയുന്നത് മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം. മലക്കുകളിലും ആ ജിബ്രീലിനെ സംബന്ധിച്ച് റസൂൽ എന്നാണല്ലോ പ്രയോഗിച്ചത്. ആ ഒരു അർത്ഥത്തിൽ വ്യത്യാസമുണ്ട് എന്ന് മാത്രം. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുക്കുന്നതിനെ സംബന്ധിച്ചാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്, അല്ലാഹു യസ്തഫി മിനൽ മലായികതി റുസുലൻ വമിനൻ നാസ് യതവസ്സതൂന ബൈനഹു തആല വബൈനൽ അംബിയാഇ അലൈഹിമുസ്സലാം വമിനൻ നാസി വഹുമുൽ മുഖ്തസ്സൂന ബിന്നുഫൂസിസ് സക്കിയ്യ المؤيدون بالقوة القدسية المتعلقون بكلا العالمين الروحاني والجسماني يتلقون من جانب ويلقون إلى جانب ولا يعوقهم التعلق بمصالح الخلق عن التبتل إلى جانب الحق. تفسير أبو السعود بيضاوي لكي ഉണ്ടത് ഈ ആശയമുണ്ട്. ഇബാറത്തുകൾ വ്യത്യാസം ഉണ്ടാവും. അംബിയായിനെ അവരിൽ ബശരീയത്തും ഈ ഏറ്റവും ഉയർന്ന മലക്കാനിയത്തും രണ്ടും സമ്മിശ്രമാക്കിയിട്ട് അള്ളാഹു തെരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നവരാണ് അള്ളാഹുവിന്റെ അംബിയാക്കൾ. വഹുമുൽ മുഖ്തസ്സൂൻ, അവരൊരു പ്രത്യേകക്കാരാണ്. ബിന്നുഫൂസിസ് സക്കിയ്യ, ഏറ്റവും വിശുദ്ധമായ ശരീരത്തിന്റെ ഉടമകളാണ്. അൽ മുഅയ്യദൂന ബിൽ ഖുവ്വത്തിൽ ഖുദ്സിയ്യ, ഖുദ്സിയായ ഖുവ്വത്ത് കൊണ്ട് അവരെ തഅയ്യീദ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അൽ മുതഅല്ലിഖൂന ബിഖിലൽ ആലമൈൻ, രണ്ട് ലോകവുമായി ഒരേ സമയം ബന്ധപ്പെടാൻ കഴിയുന്നവരാണ്. ഒരേ സമയം ആലമുൽ അംറിൽ നിന്ന്, മലക്കുകളിൽ നിന്ന് സ്വീകരിക്കുന്നു, അതേസമയം സമൂഹത്തിലേക്ക് അത് എത്തിച്ചു കൊടുക്കുന്നു. ഇത് രണ്ടിനും ഉള്ള കഴിവുള്ള ആളുകളാണ് ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ അംബിയാക്കൾ, അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ. വളരെ വിശാലമായി പണ്ഡിതോചിതമായി മനസ്സിലാക്കാൻ കഴിയുന്ന അത്യാവശ്യ കുറേ ഇബാറത്തുകളൊക്കെ ഞാൻ കുറിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഞാൻ പറയുന്നത് ഇത് ഇത്രത്തോളം പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മളുടെ ദൗത്യം അതെത്ര വിശുദ്ധമാണ്, എത്രമേൽ ഗൗരവമേറിയതാണ് എന്ന് ഓർമ്മപ്പെടുത്തുവാനാണ് എൻ്റെ പ്രിയമുള്ള പണ്ഡിത സുഹൃത്തുക്കളെ. നമ്മുടെ ഉത്തരവാദിത്തം വളരെ വലുതാണ്. ഈ റസൂലിനെ, ഈ അംബിയാക്കളെ, ഈ അംബിയാക്കളുടെ കൂട്ടത്തിലെ ഏറ്റവും മഹാനായ, അതിൻ്റെ എല്ലാ കമാലാത്തുകളും ഒരുമിച്ച് കൂടിയ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലും സാധാരണ മനുഷ്യന്മാരായി ചിത്രീകരിക്കുന്നതാണ് ബിദ്അത്തിന്റെ അടിസ്ഥാനം അല്ലേ? ഇത് കേട്ടിട്ട് നമ്മളെങ്ങനെ മുണ്ടാതിരിക്കേ? ഇതൊക്കെ നമുക്ക് വേറെ ഒരു സമയം വരുമ്പോൾ പ്രശ്നം ഉണ്ടാവും. അവിടെ മോഡി ഭരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇതൊന്നും പറയാൻ പാടില്ല. ഇതൊന്നും പറ്റില്ലല്ലോ. ഈ അടിസ്ഥാനങ്ങളെ തകർത്താൽ പിന്നെ ദീനെവിടെ? ബഹുമാനപ്പെട്ട സൂറത്തുൻ നൂറിലെ ഒരായത്ത് കൂടി വിശദീകരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കണം. ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ച് പെൻചെല്ല് പറഞ്ഞൊരു സംഭവം നിങ്ങളൊക്കെ അറിയാലോ. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി. അവസാനം
ഖദ് ബറഅഹ അല്ലാഹു തബാറക വതആല മിൻ ഫൗഖി സബഇ സമാവാത്ത്. അല്ലാഹു തആല ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. അവരിൽ ഒരു കുഴപ്പമില്ല എന്ന് പ്രഖ്യാപിച്ചു. മാത്രമല്ല, ആ ആയത്ത് നിങ്ങളൊന്ന് നോക്കൂ. ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും ലികുല്ലി ഇംറിഇൻ മിൻഹും മക്തസബ മിനൽ ഇസ്മ വല്ലദീ തവല്ലാ കിബ്റഹു മിൻഹും ലഹു അദാബുൻ അളീം എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ് ആ പെൻചെല്ല് പറഞ്ഞ ആളുകൾ. എന്നിട്ട് അല്ലാഹു പറയുന്നത് ലൗലാ ഇദ് സമീഅതുമൂഹു, അല്ല മുഅ്മിനീങ്ങളെ, നിങ്ങളിത് കേട്ടപ്പോ ലന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബിഅൻഫുസിഹിം ഖൈറാ, നിങ്ങൾ നല്ലത് വിചാരിക്കേണ്ടതായിരുന്നില്ലേ? അങ്ങനൊന്നും ഉണ്ടാവില്ല എന്ന് കരുതേണ്ടതല്ലേ നിങ്ങൾ എന്തുകൊണ്ട് ഇതിൽ സംശയിച്ചു? അല്ലാഹ് ചോദിക്കുകയാണ്. ലൗലാ ഇദ് സമീഅതുമൂഹു ലന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബിഅൻഫുസിഹിം ഖൈറാ. ആയിഷ ബീവിൽ അത് ഉണ്ടാവില്ല, അത് വെറുതെ പറയാ, മുനാഫിക്കുകൾ കെട്ടിയുണ്ടാക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതല്ലേ? വഖാലു, അവര് പറയേണ്ടതുമായിരുന്നില്ലേ, ഹാദാ ഇഫ്കും മുബീൻ, ഇത് വല്ലാത്ത ഒരു എന്താ പറയാ, കെട്ടിപ്പറഞ്ഞതാണ് എന്ന് പറയേണ്ടതായിരുന്നില്ലേ? അതെന്താ അങ്ങനെ? ആയിഷ ബീബി മാസൂമത്താണോ? ആയിഷ ബീബിക്ക് ഇസ്മത്തുണ്ടെന്ന് ഏതെങ്കിലും ഒരു സുന്നത്ത് ജമാഅത്തിന്റെ കിതാബിലുണ്ടോ? അല്ലെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ആയിഷ ബീബി സാധാരണ മനുഷ്യൻ തന്നെയല്ലേ, അങ്ങനെ സംഭവിക്കാന്നൊക്കെ വിചാരിക്കാവുന്നത് തന്നെയല്ലേ? പക്ഷെ അല്ലാഹ് ചോദിക്കുന്നു, എന്തേ നിങ്ങൾ ഇങ്ങനെയായിരുന്നില്ലേ വിചാരിക്കേണ്ടത്? മാത്രമല്ല പിന്നെയും പറയുന്നു, വലൗലാ ഫളലുല്ലാഹി അലൈക്കും, അല്ലാഹുവിന്റെ ഫളൽ ഇല്ലായിരുന്നുവെങ്കിൽ വറഹ്മതുഹു ഫിദ്ദുനിയ വൽ ആഖിറ ലമസ്സകും ഫീമാ അഫൽതും ഫീഹി അദാബുൻ അദീം, നിങ്ങൾക്ക് കഠിനമായ ശിക്ഷ വരുമായിരുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെയും പറയുന്നു വലൗലാ ഇദ് സമീഅതുമൂഹു. എത്ര വട്ട ആവർത്തിക്കുന്നത്? വലൗലാ ഇദ് സമീഅതുമൂഹു, അത് കേട്ട സമയത്ത് ഖുൽതും, നിങ്ങൾ പറയേണ്ടതായിരുന്നില്ലേ, മായകൂനു ലനാ അൻ നതകല്ലമ ബിഹാദാ, ഇത് പറയാൻ പറ്റിയ സംഗതിയല്ല, ഇത് സംഭവിക്കൂല, സുബ്ഹാനക, നീ പരിശുദ്ധനാണ് റബ്ബേ, ഹാദാ ബുഹ്താനുൻ അളീം എന്ന്. എന്തിപ്പോ ഇവിടെ സംഭവിച്ചു? അള്ളാഹുടെ വിശുദ്ധിയെ ഇവിടെ ആരെങ്കിലും ചോദ്യം ചെയ്തിട്ടുണ്ടോ? പിന്നെന്തിനാ അവിടെ സുബ്ഹാനക പറയുന്നത്? റസൂലുള്ളാഹിന്റെ വിശുദ്ധിയെ പോലും ചോദ്യം ചെയ്തിട്ടില്ലല്ലോ. റസൂലുള്ളാഹിന്റെ ഭാര്യമാരിൽ ഒരാൾ മാത്രമായ ആയിഷ ബീവിയുടെ വിശുദ്ധിയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളൂ. പക്ഷേ അള്ളാഹ് ചോദിക്കുന്നു, എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ല? സുബ്ഹാനക, പടച്ചവനെ, നീ പരിശുദ്ധനാണ്, നീ പരിശുദ്ധനാണ്. ഹാദാ ബുഹ്താനുൻ അദീം, ഇത് വലിയ അപരാധമാണ് എന്നല്ലേ നിങ്ങൾ പറയേണ്ടിയിരുന്നത്? എന്നിട്ട് അല്ലാഹു പറയുന്നു, യഅ്യദുകുമുല്ലാഹ്, അല്ലാഹ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപദേശം നൽകിയതാണ്. അൻ തഊദൂ ലിമിസ്ലി, മേലിൽ ഇത്തരത്തിലുള്ള വാക്കുകൾ ആവർത്തിക്കാൻ പാടില്ല, ഇത്തരത്തിലുള്ള സംഗതികൾ നിങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല, അതിനുവേണ്ടി ഇപ്പൊ ഞാൻ ഉപദേശിക്കുകയാണ് എന്ന്. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ സൂക്ഷിച്ചോളൂ. എന്താണ് അതിന്റെ അർത്ഥം? അള്ളാന്റെ റസൂലിനെ മാത്രമല്ല, റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ടവരുടെ വിശുദ്ധിയെ ചോദ്യം ചെയ്യുന്നത് അള്ളാഹുവിന്റെ വിശുദ്ധിയെ ചോദ്യം ചെയ്യലാണ്. അതാണ് ആ പറഞ്ഞത്. അള്ളാഹ് തെരഞ്ഞെടുത്തയക്കുന്ന ഒരാളുടെ ഭാര്യ മറ്റുള്ളവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ അത്രയും അള്ളാഹു നിസ്സാരനാണ് എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹിന്റെ റസൂലിന്റെ വിശുദ്ധി എന്നല്ല, റസൂലിനോട് ഫിമായുലാമിസുഹും, അവരോട് ബന്ധപ്പെടുന്നവരുടെ വിശുദ്ധി പോലും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അവിടെ വീഴ്ച വന്നാൽ കഠിനമായ ശിക്ഷയാണ് അള്ളാഹു താക്കീത് ചെയ്യുന്നത്. ഇവിടെ ഇന്ന് സംഭവിക്കുന്നത് എന്താണ്? റസൂലുള്ള ദിവസവും തെറ്റ് ചെയ്യുന്നവരാണ് എന്ന് എഴുതി വിടുന്നു. റസൂലുള്ള സാധാരണ മനുഷ്യനാണ്. റസൂലുള്ളാഹിക്ക് 40 വയസ്സ് വരെ വെറും ഒന്നും അറിയാത്ത അറബി പയ്യനാണ്. പിന്നെ 40 വയസ്സ് കഴിഞ്ഞപ്പോൾ ആകെ 500 പേജ് പഠിച്ചവനാണ്. ഇങ്ങനെ തുടങ്ങി ഒരു മുസ്ലിമിന്റെ നാവിൽ നിന്ന് ഉദിക്കാൻ പാടില്ലാത്ത, വരാൻ പാടില്ലാത്ത അപകടകരമായ വിഷയങ്ങൾ സമൂഹത്തിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ മിണ്ടാതിരിക്കാൻ ഒരു പണ്ഡിതന് അല്ലെങ്കിൽ